കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് 31 വർഷത്തെ സേവനം പൂർത്തിയാക്കി ഇന്ന് വിരമിക്കാനിരിക്കെ തനിക്കെതിരെ കള്ളക്കഥകൾ മെനയുന്നുവെന്ന് പ്രൊഫസർ ലിസി മാത്യു. വിദ്യാർത്ഥിയെ ജയിപ്പിച്ചതിലും ഗവർണർക്ക് നൽകിയ പുസ്തകം അച്ചടിച്ചതിലും തനിക്ക് പങ്കില്ല. സ്ഥിരം VC സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ആളാണ് താൻ. അതുകൊണ്ടാവാം തന്നെ ഉന്നം വെക്കുന്നത്. കാലടിയിൽ ഡോക്ടർ സിസ തോമസ് പുതിയ VC ചുമതലയേറ്റ ശേഷം ഭരണകൂട ഭീകരതയെന്നും പ്രൊഫസർ ലിസി മാത്യുവിന്റെ ആരോപണം. ഈ പരിപാടി നടക്കുന്നു. ഞാൻ ഇതുമായിട്ട് കഠിനമായ അധ്വാനത്തിലാണ്. രാവും പകലും ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പബ്ലിക്കേഷൻ ഓഫീസർ എന്ന സ്ഥാനത്ത് നിന്നും എന്നെ മാർച്ച് 30 ഒരു കാരണവുമില്ലാതെ വിടുതൽ ചെയ്യുന്നത്. ആ ഓർഡറിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ ചുമതലകളും പുതിയതായിട്ട് ചുമതല ഏൽക്കുന്ന ആൾക്ക് കൊടുക്കണമെന്ന്. അതിനുശേഷം ഞാനിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ VC വിളിച്ചു. ഈ മാഡം എന്നെ ഇങ്ങനെ മാറ്റിയതുകൊണ്ട് ഈ പുസ്തകം ഇത്രയും ആയതല്ലേ, എന്ത് ചെയ്യും? അപ്പോൾ അത് മാഡം ചെയ്തോളൂ എന്ന് പറഞ്ഞു. പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങൾ മാഡം ചെയ്തോളൂ എന്ന് പറഞ്ഞ് വാക്കാൽ അനുവാദം തന്നു. പക്ഷേ അത് പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യവും എൻ്റെ ചുമതലയല്ല. അത് യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടതാണ്. യൂണിവേഴ്സിറ്റിയിൽ അറിയിക്കേണ്ടത് ഇപ്പോഴത്തെ പുതിയ പബ്ലിക്കേഷൻ ഓഫീസറാണ്. വിവരങ്ങളുമായി വിപിൻ C. വിജയൻ ഇപ്പോൾ ചേരുന്നുണ്ട്. വിപിൻ, ഇന്ന് പ്രൊഫസർ ലിസി മാത്യുവിന്റെ വിരമിക്കൽ ദിനം കൂടിയായിരുന്നുവല്ലോ. സർവകലാശാലയിൽ ഇടത് അധ്യാപകരുടെ പ്രതിഷേധമുണ്ട് VCക്കെതിരെ. എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. കാലടി സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങളാണ്. കാരണം ലിസി മാത്യു നിരവധി കുറ്റങ്ങൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള സിസ തോമസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഈ കുറ്റപത്രം അക്കമിട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. BFA വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ 2001 ആ കുട്ടി ഇവിടെ പഠിച്ചിരുന്നത്. ആ സമയത്ത് പരാജയപ്പെട്ടു. പിന്നീട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ലിസി മാത്യു ശ്രമിച്ചു. അതിൽ ഒരു കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി. മറ്റൊന്നുള്ളത് ചട്ടമ്പിസ്വാമിയുടെ ജീവചരിത്രം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ ഗവർണർ അത് പ്രകാശനം ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വോളിയങ്ങൾ കുറച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ള പേപ്പറുകൾ മാത്രം വെച്ച് അത് അച്ചടിക്കാൻ പുറത്തു കൊടുത്തു തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളാണ് ഇതിലുള്ളത്. ഇത്തരത്തിൽ നിരവധി കൃത്യവിലോപം കാണിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏപ്രിൽ 1 പരീക്ഷാ കൺട്രോളർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ലിസി മാത്യുവിനെ മാറ്റുകയും ചെയ്തിരുന്നു. ഈ കുറ്റാരോപണം എല്ലാം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടത് സംഘടനകളുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു പ്രതിഷേധ മാർച്ച് കാലടി സർവകലാശാലയിൽ നടത്തിയത്. കാരണം ഇന്ന് 31 വർഷങ്ങൾക്ക് ശേഷം ലിസി മാത്യു വിരമിക്കാനിരിക്കുകയാണ്. അതിനു മുൻപാണ് അവർ വളരെ തുറന്ന് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും പറയുന്നത് തന്നെ തേജോവഹം ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഒരു സീനിയർ പ്രൊഫസറായി താനാണ് ഉള്ളത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ വൈസ് ചാൻസലർ എന്നുള്ളൊരു സ്ഥാനത്തേക്കൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നിരവധി കള്ളക്കഥകൾ തനിക്കെതിരെ നിരന്തരമായി ഇറക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാവുകയാണ് ഇപ്പോൾ താൻ ഇത്രയും വർഷം അധ്യാപകം ചെയ്തതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ വിഷമമുണ്ട്. തനിക്ക് തീർത്താൽ തീരാത്ത വിഷമത്തോടു കൂടിയാണ് പടിയിറങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുവരെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് സർവകലാശാല നീങ്ങിയിട്ടുമില്ല. ഉന്മേഷ്. ശരി, വിപിൻ C. വിജയനാണ് കാലടിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.